ശശി തരൂരിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. നിരന്തരമായ മോദി സ്ഥിതി നടത്തി കോൺഗ്രസിനെ ഇതുപോലെ വെട്ടിലാക്കിയ മറ്റൊരു നേതാവ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. ലോകം മുഴുവൻ അറിയാവുന്ന വ്യക്തിയാണ് ശശി തരൂർ. ഒരുപക്ഷെ ചില രാജ്യങ്ങൾ പിന്തുണച്ചിരുന്നുവെങ്കിൽ ശശി തരൂർ കോഫി അന്നാന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ 8ാമത്തെ സെക്രട്ടറി ജനറലായേനെ. ഐക്യരാഷ്ട്രസഭയിൽ സെക്രട്ടറി ജനറൽ പദവിയിലേക്കുള്ള മത്സരത്തിൽ നിന്ന് അവസാന ഘട്ടത്തിൽ പിന്മാറേണ്ടി വന്നതിനെ തുടർന്നാണ് ശശി തരൂർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. എഴുത്തുകാരനും പ്രഭാഷകനും സർവോപരി ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതനുമായ ശശി തരൂർ വലിയ പ്രതീക്ഷകളുമായാണ് കോൺഗ്രസിൽ ചേരുന്നത്. കോൺഗ്രസിന്റെ ഭാഗമായ തരൂരിന് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ടിക്കറ്റ് ലഭിക്കുന്നത് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നായിരുന്നു. മൻമോഹൻ സിംഗുമായുണ്ടായ പരിചയമാണ് തരൂരിനെ കോൺഗ്രസ് നേതാവാക്കി മാറ്റിയത്. കേന്ദ്രത്തിൽ 2 തവണ സഹമന്ത്രിയായ തരൂർ കേന്ദ്രത്തിൽ ഭരണമാറ്റമുണ്ടായപ്പോൾ പാർലമെന്റിൽ കോൺഗ്രസിന്റെ മുഖമായി മാറുകയായിരുന്നു. മോദിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന തരൂർ BJP വിരുദ്ധതയും മോദി വിരുദ്ധതയും ഉപേക്ഷിക്കുന്നതാണ് പിന്നീട് രാജ്യം കണ്ടത്. 3ാം തവണയും മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതോടെ മോദിയെ അംഗീകരിക്കാൻ ശശി തരൂർ വ്യഗ്രത കാണിച്ചു തുടങ്ങി. കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച തരൂർ കോൺഗ്രസ് നിലപാടുകളിൽ നിന്ന് നിരന്തരം വ്യതിചലിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും അതിക്രൂരന്മാരായ ഭരണാധികാരികളാണെന്ന് രേഖപ്പെടുത്തിയുള്ള ഒരു ലേഖനം ശശി തരൂർ എഴുതിയിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം വീണ്ടും മോദി ഏറെ ജനപ്രിയനായ ഭരണാധികാരിയായി പ്രകീർത്തിക്കാനും തരൂർ സമയം കണ്ടെത്തിയിരിക്കുന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും കോൺഗ്രസ് MPയുമായ ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ശശി തരൂരിനെ ഇനിയും ഗൗനിക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നും അറിയാനിരിക്കുന്നതേയുള്ളൂ.